ദ മോർ യു ലേൺ ദ മോർ യു ഏൺ. ജനറലി എല്ലാ CA സ്റ്റുഡൻസും CA പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് BCom, MCom, അതുപോലെ തന്നെ MBA പോലത്തെ കോമേഴ്സ് കോഴ്സുകളാണ്. അപ്പോൾ ഈ ഒരു കോഴ്സുകൾ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻസ് മെയിൻലി രണ്ടാണ്. ഒന്ന് ഒരു പ്ലാൻ ബി, ബിക്കോസ് ആസ് യു ഓൾ നോ CA ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സസ്. പാസിംഗ് റേറ്റ് ഈസ് വെരി ലോ. ഇതെന്ന് കംപ്ലീറ്റ് ചെയ്യുമെന്നോ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമെന്നോ എന്നുള്ളൊരു കൺസേൺ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഒരു പ്ലാൻ ബി ആയിട്ട് അവർ ഈ അഡീഷണൽ ക്വാളിഫിക്കേഷനെ കാണാറുണ്ട്. കൂടാതെ ഓൾവേസ് ആൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഈസ് ആഡിങ് വാല്യൂ ടു യുവർ കരിയർ. ഈ രണ്ട് ഇൻറ്റൻഷൻസാണ് ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റുഡൻറ്റിനുള്ളത്. ഇൻ ദിസ് വീഡിയോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു സം ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷണൽ കോഴ്സസ് you can do with your CA preparations. If you're interested in costing and management accounting, the best course you can do is CMA, Cost and Management Accounting. CMA മെയിൻലി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇന്ത്യൻ CMA ഓഫേർഡ് ബൈ ICMAI, ദെൻ US CMA. അപ്പോൾ ഇന്ത്യൻ CMA നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി CA പോലെ തന്നെയാണ് 3 സ്റ്റേജസ് ആണുള്ളത്. ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ട്രെയിനിങ് ഈസ് ആൾസോ ദർ ഫോർ 15 months ആൻഡ് ഫൈനൽ. ആൻഡ് CMA USA ആക്ച്വലി ട്രെയിനിങ് ഒന്നും ഡിമാൻഡ് ചെയ്യുന്ന ഒരു കോഴ്സല്ല, ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സാണ്. 2 ഗ്രൂപ്പുകളിലായിട്ട് വിത്തിൻ 1 year തന്നെ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. അപ്പോൾ കോസ്റ്റിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് CAയുടെ കൂടെ തന്നെ കൺസിഡർ ചെയ്യാവുന്ന കോഴ്സുകളാണ് ആക്ച്വലി CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് 2 രീതിയിൽ ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ്, നിങ്ങൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഫസ്റ്റ് കോഴ്സാണ് CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഇന്ന് മാർക്കറ്റിൽ സ്റ്റുഡൻസ് ഓസ്ട്രേലിയൻ CPA അതുപോലെ തന്നെ US CPA ഒക്കെ പോലുള്ള കോഴ്സുകളാണ് സാധാരണ ചെയ്യുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു കോഴ്സായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ACCA ആണ്. ഇനി ACCAയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെൻ യു ആർ ഡൂയിങ് CA നിങ്ങൾ ഇൻ്റർമീഡിയറ്റും ഫൈനലൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് യു വിൽ ബി ഗെറ്റിംഗ് എക്സംഷൻസ്, പേപ്പർ വൈസ് എക്സംഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഫൈനലൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ACCAയിൽ ആകെ 4 അല്ലെങ്കിൽ 4 പേപ്പറൊക്കെ മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഓൾസോ അനദർ അഡ്വാൻറ്റേജ് ഈസ് യു ആർ പ്ലാനിങ് ACCA. ഇനി അതുപോലെ തന്നെ ACCA ഈസ് വെരി മച്ച് ഫ്ലെക്സിബിൾ. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പേപ്പേഴ്സ് ഓരോ 3 months കൂടുമ്പോൾ എന്ത് ചെയ്യാവുന്നതാണ്, എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൊക്കെ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിലൊക്കെ നിങ്ങളൊരു കരിയർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന കോഴ്സുകളാണ് CPA, ACCA. ഇനി കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ഒരു തിയറി ലെവറാണ്, അതുപോലെ തന്നെ കുറച്ചും കൂടെ കംപ്ലയൻസ്, സ്റ്റാറ്റ്യൂട്ടറി മാറ്റേഴ്സിലൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒന്നാമത്തെ കോഴ്സാണ് CS, കമ്പനി സെക്രട്ടറി. ഇറ്റ്സ് ഓഫേർഡ് ബൈ ICSI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. CAൻ്റെ അതേപോലെ തന്നെ 3 ലെവൽസാണുള്ളത്. ഫസ്റ്റ് വൺ CSEET, കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൈമറി ലെവൽ എക്സാം ഉണ്ട്. നെക്സ്റ്റ് ലെവൽ എക്സിക്യൂട്ടീവ് ഉണ്ട് ആൻഡ് ഫൈനൽ ലെവൽ പ്രൊഫഷണൽ ലെവൽ ഉണ്ട്. ഇതും ട്രെയിനിങ് ഡിമാൻഡ് ചെയ്യുന്നൊരു കോഴ്സാണ്. ആക്ച്വലി ഇതൊരു തിയറി ഓറിയൻറ്റഡ് കോഴ്സാണ്. കമ്പനി ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ്സിലൊക്കെ ഉള്ള റെഗുലേഷൻസ്, റൂൾസ്, അതുമായി ബന്ധപ്പെട്ട കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെയാണ് ആക്ച്വലി CSൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോർപ്പറേറ്റ്സിലായിരിക്കും കൂടുതലായിട്ടും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും മറ്റുമൊക്കെ വരിക. സോ ദാറ്റ്സ് അബൌട്ട് CS, കമ്പനി സെക്രട്ടറി. ദെൻ ഇതേ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്ന കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു കോഴ്സാണ് ആക്ച്വലി LLB, ദ കോഴ്സ് വിച്ച് വിൽ മേക്ക് യു ആൻ അഡ്വക്കേറ്റ്. സർ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ CA ആൻഡ് LLB? ലെറ്റ് മീ ടെൽ യു. നമുക്കറിയാം GST, ഇൻകം ടാക്സ്, കമ്പനി ലോവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ ഒരു ലെവൽ കഴിഞ്ഞാൽ ആക്ച്വലി ദാറ്റ് വിൽ ബി ടേക്കൺ ടു ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട്. അവിടെ നമ്മൾ അഡ്വക്കേറ്റ്സിന് മാത്രമേ കോർട്ടിന് മുമ്പ് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇഫ് യു ആർ എൻ LLB ഹോൾഡർ, ഇഫ് യു ആർ ആൻ അഡ്വക്കേറ്റ്, ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു പ്രസൻറ്റ് യുവർ കേസ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ. സോ ദാറ്റ് ഈസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഡൂയിങ് LLB. സോ CAയുടെ കൂടെ ചെയ്യാവുന്ന ഡിഫറെൻറ്റ് കോഴ്സുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഔട്ട്ലൈൻ ഞാൻ ഇതുവരെ തന്നു കഴിഞ്ഞു. ദെൻ യു മേ ബി വണ്ടറിങ്, സോ വൈ വൺ ഷുഡ് ചൂസ് ആൻ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ? CAയുടെ കൂടെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, സാറ് പറഞ്ഞ പോലത്തെ ഈ ക്വാളിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ എന്തിന് ചെയ്യണം? The first thing, syllabus matching. Say for example, you are a CA student, you qualified CA intermediate and you are writing CMI intermediate. Then syllabus matching will be there. അവിടെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് യൂസ് ഓഫ്. മോർ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനിൽ ഒതുങ്ങി നിൽക്കാതെ ഇഫ് യു ആർ ഡൂയിങ് വൺ മോർ ക്വാളിഫിക്കേഷൻ, ആ ഒരു സെക്കൻഡ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കരിയർ ഓപ്ഷൻസും നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ദെൻ അബൌട്ട് ദ സാലറി പാക്കേജ്, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് എ CA ഓൺലി, എ CA വിത്ത് CMA ഈസ് ഡിഫറെൻറ്റ്. യു നോ ഇറ്റ് ആക്ച്വലി. യെസ്, ഫൈനലി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അഡീഷണൽ ക്വാളിഫിക്കേഷൻസിനെ പറ്റിയിട്ട്. ദെൻ യു മേ ബി വണ്ടറിങ് ദാറ്റ് സർ എന്താണ് ഈ പറയുന്നത്,
ഞങ്ങൾ ഈ ഇൻ്റർ അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷനെ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പൊക്കോട്ടെ, അപ്പോൾ അതിൻ്റെ കൂടെയാണോ ഒരു അഡീഷണൽ ക്വാളിഫിക്കേഷനൊക്കെ പറ്റി പറഞ്ഞ് ഞങ്ങൾ ടെൻഷനാക്കുന്നത്? വാട്ട് ഐ വാണ്ട് ടു ടെൽ യു ഇസ് ദാറ്റ് വെൻ 10 years back വെൻ ഐ വാസ് ഡൂയിങ് മൈ CA ഇൻ്റർമീഡിയറ്റ്, എനിക്കൊന്നും ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഞാനൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. ദാറ്റ് സിറ്റുവേഷൻ ഷുഡ് നോട്ട് ബി ഫേസ്ഡ് ബൈ മൈ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അത് മാത്രമല്ല, എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡ്രീം. ഞാൻ ഇന്ന് നിങ്ങളുടെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു ചെറിയ സീഡ് മാത്രമാണ് നിങ്ങളിലോട്ട് ഇട്ട് തരുന്നത്. നിങ്ങളുടെ ഈ ഒരു 3-4 അല്ലെങ്കിൽ 5 years ഒക്കെ ഉള്ള ഒരു CA ജേണിയിൽ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ സിറ്റുവേഷൻ പെർമിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, കൺസിഡർ ചെയ്യാവുന്നതാണ്. യുവർ ഡ്രീംസ് ആർ ദ സീഡ്സ് ഓഫ് യുവർ ഫ്യൂച്ചർ ആൻഡ് ദ ബിഗ്ഗസ്റ്റ് അഡ്വഞ്ചർ ദാറ്റ് യു ക്യാൻ ടേക്ക് ഇൻ യുവർ ലൈഫ് ഈസ് ടു ലീവ് ദ ലൈഫ് ഓഫ് യുവർ ഡ്രീംസ്.